ലഹരിക്കെതിരെ കടപരിതാണ് കേരള മദ്യവിരുദ്ധ KCBC മദ്യവിരുദ്ധ സമിതിയുടെയും ഇതര മദ്യവിരുദ്ധ മുന്നേറ്റങ്ങളുടെയും സഹായത്താൽ യുവജനങ്ങളെ അണിനിരത്തി അങ്ങനെ ഒരു രക്ഷാ സൈന്യത്തെ രൂപം കൊടുക്കുവാനായിട്ട് അങ്ങേക്ക് നേതൃത്വം എടുക്കുവാൻ പറ്റുമോ? And they should be filling the front line seats and they should be leading this organization. Thank you so much. എല്ലാവർക്കും നന്ദി. അതുപോലെ ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ മൈൻഡ് സെറ്റിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് ഈ സമൂഹത്തിന് നല്ലൊരു ദിശയിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ജയ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ അയൽപക്കക്കാർക്ക് മേജർ രവി സാറിൻ്റെ നാട്ടുകാരാണെന്നും അയൽപക്കക്കാരാണെന്നും പറയുവാൻ മനസ്സിനെ നമ്മുടെ ഈ മദ്യവിരുദ്ധ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മദ്യവിരുദ്ധ സമൂഹം എന്ന ആപ്തവാക്യത്തിൽ 4 നൂറ്റാണ്ടിന് മുൻപ് ആരംഭിച്ച ഏറ്റവും പ്രത്യേകമായി ഇവിടെ എത്തിയിരിക്കുന്ന യുവജന സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് തന്നെ ഞാൻ തെറോഷ്യസ് പിതാവിനെയും മദ്യവിരുദ്ധ സമിതിയെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു മദ്യവിരുദ്ധ പരിപാടി ഞാൻ ഒത്തിരി വർഷങ്ങളായി. നിങ്ങളെല്ലാവരെയും കാണുന്നത് എനിക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഇത്രയും പേരായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരു പരിപാടിയാണ് ഈ മദ്യവിരുദ്ധ പ്രവർത്തനം. മദ്യനിരോധനത്തിന് വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ഏത് സൈലന്റ് വാലിയിലെ കുരങ്ങ് പോലൊരു സംഭവം, അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിൽ പുച്ഛത്തോടു കൂടിയാണ് സമൂഹം നമ്മളെ നോക്കിക്കാണുന്നത്. ഞാനിപ്പോഴും ഓർക്കും, പണ്ടൊക്കെ നമ്മുടെ കൂടെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിയന്മാരുണ്ടായിരുന്നു. കേരളത്തിലെ ആദരണീയരായ ഗാന്ധിയന്മാർ, MP മന്മഥൻ സാറ്, സുഗതകുമാരി ടീച്ചർ പോലെയുള്ള കേരളം ആദരിക്കുന്ന ഗാന്ധിയന്മാർ, അവരെല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുര്യോഗം. അതുകൊണ്ട് ഇപ്പൊ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ, ക്രൈസ്തവ സഭകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ. കുറച്ചുപേരൊക്കെ കാണുമായിരിക്കുമല്ലോ, എന്നാലും പ്രകടമായിട്ട് അങ്ങോട്ട് വരുന്നില്ല. അന്ന് വളരെ ശക്തമായ ഒരു പ്രതിരോധം ഉയർത്താനായിട്ട് നേതാക്കൾക്ക് സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അവരെ ഗൗരവമായിട്ട് പരിഗണിച്ച് മാത്രമേ ഏത് സർക്കാർ മുന്നോട്ട് പോയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആ പ്രതിരോധം വളരെയേറെ നേർത്തുപോയി. അങ്ങനെ ഗവൺമെന്റുകൾ ഇങ്ങനെ അവരുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് ഈ മദ്യ നയമെല്ലാം മാറ്റി പരമാവധി ബാറുകളും എല്ലാം അനുവദിച്ച് അവരങ്ങ് മുന്നോട്ട് പോകുന്നു. അതിനെതിരെ സംസാരിക്കുന്നവർ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ ഒരു വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്രൈസ്തവർ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിന് പ്രത്യാശ കൊടുക്കേണ്ടവരാണ്, പ്രകാശം പകരേണ്ടവരാണ്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ വളരെ ഗൗരവമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതും. എത്രമാത്രം നമ്മൾ ആക്ഷേപിക്കപ്പെട്ടാലും ഒറ്റപ്പെടുത്തപ്പെട്ടാലും നമുക്ക് ധീരതയോടെ ഈ രംഗത്ത് നിന്ന് ഇതിനെതിരായിട്ട് സംസാരിക്കാൻ, ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ആൾക്കാരെ രൂപപ്പെടുത്തേണ്ടതുമെല്ലാം ആവശ്യമായിട്ട് മാറുന്നത്. അത് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ വളരെ നന്നായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സന്ദേശം ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം എന്താണ്? നമ്മൾ കുറച്ചുകൂടെ ജീവൻ സമൃദ്ധമായിട്ട് ആഘോഷിക്കുന്ന വ്യക്തികളായിട്ട് മാറും. കർത്താവ് വന്നിരിക്കുന്നത് തന്നെ ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. കർത്താവ് നൽകുന്ന ജീവൻ അത് സമൃദ്ധിയിൽ അനുഭവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ഈ സമൃദ്ധിയില്ലാതെ എങ്ങനെങ്കിലും ജീവിക്കുന്ന മൃഗതുല്യമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ രോഗശൈലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ
പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു പദം ആനന്ദം എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ ആനന്ദം, അത് അഭിഷേകത്തിന്റെ ആനന്ദം, സമർപ്പണത്തിന്റെ ആനന്ദം. അദ്ദേഹം വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ജീവിക്കാനുള്ള ആവേശം വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ജീവിക്കാനുള്ള ആവേശം, അതുപോലെ ജീവിക്കാനുള്ള ധൈര്യം, ഇതൊക്കെയാണ് വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ. മൂന്നാമത്തെ വിശുദ്ധിയുടെ ലക്ഷണമായിട്ട് അദ്ദേഹം നർമ്മബോധവും ചിരിക്കാനുള്ള കഴിവും കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണ്, അല്ലെ? നർമ്മബോധവും പൊട്ടിച്ചിരിക്കാനുള്ള കഴിവും വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പഠിപ്പിച്ചു. കേരള സഭയിലെ രത്നാമാരുടെ ഇടയിലെ യൂത്ത് നയിക്കാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, സുസ്മിതഭദ്രൻ, സുധാകരൻ, ചങ്ങനാശ്ശേരി രൂപതയുടെ സ്വകാര്യ അധികാരം, സീറോ മലബാർ സഭയുടെ അഭിമാനം, കേരള സഭയുടെ നക്ഷത്ര ദിവസം. സമ്യക്കായ വാക്കുകൾ കൊണ്ട്, അഭിഷേകമുള്ള വചന പ്രബോധനങ്ങൾ കൊണ്ട്
ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്തായിരുന്നു കേസ്? ഈ ഡ്രഗ് യൂസും റാഗിങ്ങും അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കി, ഈ കേസ് ഞാൻ എടുക്കില്ല. നിങ്ങളുടെ മകൻ ചെയ്തത് കുറ്റകൃത്യമാണ്. നിയമത്തിനെതിരായ ഇത്തരം കേസുകൾ ഞാൻ വാദിക്കില്ല. സാർ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സാർ നല്ല പ്രൊഫഷണൽ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്ലീസ് എന്തെങ്കിലും ചെയ്യണം സാർ. പ്ലീസ് സാർ. സാർ 10:00 നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയാലോ? സമയമായിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയാലോ? ആയോട്ടെ. TV പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു കൂട്ടം കൊച്ചു വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പൊ നിങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ ഇത് ആരാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇല്ല. ഒട്ടനവധി തന്ത്രപ്രധാനമായ കേസുകൾ കൈകാര്യം ചെയ്യുകയും വിജയം വരികയും ചെയ്ത നമ്മളുടെ സ്വന്തം ലോയർ കിരൺ മോഹൻ സാർ. സോ വെൽക്കം പ്ലീസ് അഡ്വക്കേറ്റ് കിരൺ മോഹൻ സാർ ഓൺ ദി സ്റ്റേജ്. സാർ, കഴിഞ്ഞ 2 ആഴ്ചയായി ഞങ്ങൾ സാറിന് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ല. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ കാരണം? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ടല്ലോ. ഇപ്പൊ ആ സമയം വന്നെത്തി എന്ന് എനിക്ക് തോന്നി. സാർ, തൊടുന്നതെല്ലാം പൊന്നാകുന്നു. എടുത്ത എല്ലാ കേസുകളും സക്സസ്. എന്താണ് ആ സക്സസിന്റെ വിജയരഹസ്യത്തിന്റെ പിന്നിൽ? അതിന് പേരിൽ പ്രത്യേകിച്ച് തന്ത്രമോ മന്ത്രമോ ഒന്നുമില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആളുകൾക്കും 100% നീതി കിട്ടാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും. ആ പ്രയത്നത്തിന്റെ ഫലമാണ് ഓരോ വിജയങ്ങളും. ഓക്കെ സാർ. സാർ, ഇവിടെ ഒത്തിരി കുട്ടികൾ ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ മരിയ ചോദിച്ചോളൂ, സാറിനോട് ചോദിക്കുന്ന ആ ചോദ്യം. എന്റെ നിയമ ജീവിതത്തിന് എനിക്ക് ഏറ്റവും പ്രയോജനമായത് എന്റെ അനിയത്തിയാണ്. എന്റെ സാധാരണ ചേട്ടന്മാരാണ് അനിയത്തിമാർക്ക് വഴികാട്ടിയാകുന്നത്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. എന്റെ അമ്മയ്ക്കും എന്റെ അനിയത്തിക്കും ഉള്ള സമർപ്പണം കൂടിയാണ് എന്റെ ഈ ജീവിതം. സാറ് പറഞ്ഞല്ലോ ആങ്ങളമാരാണ് പെങ്ങന്മാർക്ക് വഴികാട്ടിയാവുന്നത്. എങ്ങനെയാണ് ഒരു പെങ്ങൾ ഒരു ആങ്ങളയ്ക്ക് വഴികാട്ടിയായത്? ആ കഥ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. ആ കഥ അറിയണമെങ്കിൽ ഒരു 13 കൊല്ലം നമ്മൾ പുറകോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കും. ഓക്കെ സാർ. കുടിച്ചിട്ട് വന്ന് അയാൾ അവരെ ഉപദ്രവിക്കുന്നത് ഇവിടെ പുതുമയുള്ള ഒരു കാര്യമേയല്ല. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുൻപോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഒരിക്കൽ മദ്യപാനിയായ അയാൾ മരണത്തിന് കീഴടങ്ങി. അത് ആ കുടുംബത്തെ ഒന്നാകെ ഉലച്ചു. കാരണം എത്രയൊക്കെ ചെയ്താലും അയാൾ ആ സ്ത്രീയുടെ ഭർത്താവും ആ കുട്ടികളുടെ അച്ഛനുമാണ്. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തിരിക്കുകയില്ല. അത് മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതാണ് പ്രകൃതിയുടെ നിയമം. സീൻ 4. നമുക്ക് കടന്നു ചെല്ലാം കിരൺ പഠിക്കുന്ന കോളേജ് ക്യാമ്പസിലേക്ക്.
എങ്ങനെ നന്നകന പറ എങ്ങനെ നന്നകന ടീച്ചർ വരച്ചത് മുട്ട കുട്ടിയടിച്ചത് പട്ട പിന്നെങ്ങനെ നന്നകന പറ എങ്ങനെ നന്നകന ടീച്ചർ വരച്ചത് മുട്ട കുട്ടിയടിച്ചത് പട്ട പിന്നെങ്ങനെ നന്നകന പറ എങ്ങനെ നന്നകന വീടും നാടും ഭഗത്യനും മനസ്സിൽ ഭ്രാന്തി ശിഥിലമാക്കുന്നു ബന്ധങ്ങൾ കണ്ണീരിലാക്കും ജീവിതങ്ങൾ മദ്യം നമ്മുടെ പൊതുശത്രു. 26ാമത്തെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ സെക്ഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ ചീഫ് ഗസ്റ്റായ വി ഡി സതീശൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ KCBC സ്റ്റാഫ് മെമ്പേഴ്സായ സ്റ്റേറ്റ് സെക്രട്ടറി മെമ്പേഴ്സായ H. യോഹന്നാൻ മാർ തിയോഡോഷ്യസ്, റെവറൻഡ് ഫാദർ ജോൺ അരീക്കൽ, മിസ്റ്റർ പ്രസാദ് കുരുവിള, മിസ്റ്റർ VD രാജു, മിസ്റ്റർ ബോണി VX, മിസ്റ്റർ ആന്റണിക്കുട്ടി, മിസ്റ്റർ AG ഡിക്രൂസ്, മിസ്റ്റർ റോയ് ജോസ്, മിസ്റ്റർ ആന്റണി ജേക്കബ്, മിസ്റ്റർ സിബി ഡാനിയൽ, മിസ്റ്റർ ടോമി വെട്ടിക്കാട്ട്, മിസ്റ്റർ തോമസ് കോശി, മിസ്റ്റർ KP മാത്യു, മിസ് മേരി ദീപ്തി, മിസ്റ്റർ എബ്രഹാം TS. ഏവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ദൈവത്തിന്റെ കാരുണ്യത്തോടെ തുടങ്ങാം. ഒരു പ്രേയർ സോങ്ങിലൂടെയായി നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. KCBC മധ്യവർത്തി സമിതിയുടെ അഭിമന്യനായ ചെയർമാൻ യോഹന്നാൻ മാർ തിയോഡോഷ്യസ് പിതാവേ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമാദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാർ, ബഹുമാനായ അരീക്കൽച്ച, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിസ് എക്സലൻസി യോഹന്നാൻ മാർ തിയോഡോഷ്യസ് പിതാവിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, ഈ മീറ്റിംഗിൻ്റെ ഉദ്ഘാടകനുമായ ശ്രീമാൻ അഡ്വക്കേറ്റ്
വി.ഡി. സതീശൻ സാർ, ഇവിടെ വേദിയിലായിരിക്കുന്ന ജോൺ അരീഖിലച്ചൻ, പ്രസാദ് കുരുവിള, ബഹുമാനപ്പെട്ട വൈദികരെ, മദ്യവിരുദ്ധ സമിതി ഭാരവാഹികളെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 26 വർഷങ്ങളായി കേരള കത്തോലിക്ക സഭ മദ്യവിരുദ്ധ സമിതിയിലൂടെ ശക്തമായ സ്വരമുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വിഷയത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി, നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി. ഈ രോദനം ആര് കേൾക്കുന്നു? ആര് കേൾക്കാൻ? അഭിനന്ദനായ പുളിക്കൽ തിരുമനസ്സുകൊണ്ട് എത്തുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് പിതാവിനെ സ്വീകരിക്കാം. മലയോര കർഷകരുടെ ശബ്ദമായ മൃഗശല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വയനാടിനു വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന വന്യപിതാവേ, സ്വാഗതം, സ്വാഗതം, സ്വാഗതം. സഭയുടെ ലൂർദ് ഫൊറോന ചർച്ചിനും ഹൃദയനിർഭരമായ അഭിനന്ദനങ്ങളും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗ്, പ്രിയപ്പെട്ടവരെ, ഇതൊരു തീജ്വാലയാകേണ്ട മീറ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടന്നു എന്ന് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരും അറിയണം. നമ്മുടെ മീറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം അതാണ്. അവർ മനസ്സിലാക്കണം, കേരള കത്തോലിക്ക സഭ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മക്കളും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് മതത്തിലുള്ളവരും സഭയിലുള്ളവരും സമൂഹത്തുള്ളവരും ഒന്നിച്ച് ഉയർത്തുന്ന പ്രതിഷേധ ജ്വാലയാണ് ഈ മീറ്റിംഗ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുതിയൊരു ചിന്തയോടുകൂടി, തീരുമാനത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബിയർ കുപ്പിയുടെ ലേബലായി ഉണ്ടാക്കി വെച്ചു. അതിൽ റഷ്യൻ കമ്പനിയാണ്. അതിന്റെ പുറത്ത് പതിച്ചിരുന്ന ചിത്രം മഹാത്മാഗാന്ധിജിയുടേതാണ്. അത്രമാത്രം ധൈര്യം ഈ നാട്ടിൽ വന്ന് രാഷ്ട്രപിതാവിനെ പോലും അവഹേളിക്കാൻ ധൈര്യം കാട്ടുന്ന ഒരു കാലാവസ്ഥ. മദ്യം ഗവൺമെന്റിനെ സംബന്ധിച്ച് ലാഭമുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റു പലതരത്തിലും അവരെ സംബന്ധിച്ച് ഇതിന് പ്രയോജനമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തരമായി അതിനെതിരെ ശബ്ദമുയർത്തുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. എന്റെ ചോദ്യം മറ്റൊന്നാണ്. ഈ ശബ്ദമുയർത്തിയപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയത് 2 കാര്യങ്ങളാണ്. നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ മനസ്സിലാക്കിയത്, ഒരു കമ്പനിക്ക് കൊടുക്കുന്നതിനെല്ലാവരും എതിരാണ്. ഒയാസിസ് കമ്പനിക്ക് കൊടുത്തതിനുള്ള അതേക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്, ഞാൻ കേൾക്കുന്നത്. പിന്നീട് ഭൂഗർഭ ജലത്തിന്റെ പ്രശ്നവും. പക്ഷെ ഇതുപോലെയുള്ള മാരണം വിതയ്ക്കുന്ന വിപത്തുകൾ ഇവിടെ കൊണ്ടുവരരുതെന്ന് ആരും പറയുന്നില്ല. ഇതിവിടെ നിശേഷം പാടില്ല. ഇതിന് പകരമായി നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുന്ന, ഐശ്വര്യം കിട്ടുന്ന, നന്മ കിട്ടുന്ന മറ്റ് കമ്പനികൾ ഇവിടെ വരണമെന്നുള്ള ഒരു ശബ്ദമല്ല കേൾക്കുന്നത്. എന്തുകൊണ്ട് ഒയാസിസിന് കൊടുത്തു, എന്തുകൊണ്ട് ഭൂഗർഭജലം ഇല്ലാതാകുന്നു എന്നുള്ള ഒരു സംസാരം മാത്രമേ പലയിടങ്ങളിൽ ഞാൻ കേൾക്കുന്നുള്ളൂ. ഈ കമ്പനി വേണ്ട, ഇത് ഇവിടെ വേണ്ട, കേരള മക്കൾക്ക് വേണ്ട എന്ന് ഉയർത്താനോ ശബ്ദമുയർത്തുള്ള ആർജവത്വം നമ്മുടെ പ്രതിപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കും ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രീമാൻ അഡ്വക്കേറ്റ് സതീശൻ സാർ ഉത്തരം നൽകണം. അടുത്ത വിനീതമായിട്ട് ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഇതേക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? നിങ്ങളുടെ നിലപാട് ഒരു പക്ഷേ
നിങ്ങൾ ജയിച്ചു വന്നാൽ ഈ സമൂഹത്തോട് ഇപ്പോൾ എന്ത് പറയാൻ കഴിയും, എന്ത് വാഗ്ദാനമാണ് ചെയ്യാൻ കഴിയുക? ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇത് പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യമായിട്ടാണ്. അദ്ദേഹം മാത്രം ഇതിന് ഉത്തരം നൽകേണ്ട ആളല്ല. എങ്കിലും ഇന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനൊരാളെ കിട്ടിയപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് സമൂഹം അനുഭവിക്കുന്ന വലിയ പ്രശ്നം, പ്രതിസന്ധി അത്ര വലുതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന കോൺഫ്ലെക്സ് പാക്കറ്റിൽ പോലും രാസവസ്തുക്കൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ നാട് അധപതിച്ചെങ്കിൽ ആരും എന്തേ കാണാത്തത്? പിതാവ്, ഏറ്റവും പ്രിയങ്കരനും അഭിയോഗ്യനുമായ മാർജോസ് പുളിക്കൽ പിതാവ്, മോൺസിഞ്ഞോർ മൈക്കിൾ വിറ്റേട്ടച്ചൻ, പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് കുരുവിള, ഫാദർ ജോൺ അരീക്കൽ ഉൾപ്പെടെ സദസ്സിലുള്ള KCBCയുടെ ഭാരവാഹികളെ, വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി KCBCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താകണം നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണന എന്താണ്? ഞാൻ പറയും, ഇന്ന് കേരളത്തിന്റെ മുൻഗണനയാകേണ്ടത് വർദ്ധിച്ചു വരുന്ന ഈ മദ്യ ഉപഭോഗത്തിന്റെയും ലഹരി ഉപഭോഗവുമാണ്. അതിനെ മറികടന്നില്ലെങ്കിൽ കേരളം ഇല്ലാതാവും. അത്ര മതത്തിലാണ് ഇവിടെ ഇഷ്ടംപോലെ ബാറുകളുണ്ട്, ഇഷ്ടംപോലെ മദ്യശാലകളുണ്ട്, എവിടെയും അവൈലബിൾ. ഇതിൽ വലിയൊരു ശതമാനം ആളുകൾ, കൂടുതൽ സാധാരണക്കാർ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതിന്റെ ഇരകളായി മാറുകയാണ്. അമിതമായ മദ്യപാനം ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഒന്ന് ലിവർ സിറോസിസ് ആണ് കേരളം. ഇത് അമിതമായ മദ്യോപയോഗം ക്യാൻസറിലേക്ക് നയിക്കും. ഇത് കുടുംബങ്ങളിലെ സമാധാനം ഇല്ലാതാക്കും. ഇതിന്റെ ഇരകളായി മാറുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു വരുമാനം ഗവൺമെന്റിന് വലിയ തോതിലുണ്ട്, സത്യമാണ്. പക്ഷെ അതൊരു വരുമാനമായി കണക്കാക്കാൻ പറ്റുമോ? അതിലേറെ നഷ്ടം, ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തെക്കാൾ ഏറെയുള്ള ഒരു വൻതുക നഷ്ടപ്പെടുന്നുണ്ട്. ആരോഗ്യം തന്നെ ഒരു പ്രശ്നം, സാമൂഹ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. സാധാരണ മദ്യത്തിന് വില കൂട്ടുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും മദ്യത്തിന് വില ഗവൺമെന്റ് കൂട്ടിയപ്പോൾ ഞാൻ എന്തിനാ ഇപ്പൊ കൂട്ടുന്നത്? അപ്പോൾ മദ്യ ഉപഭോഗം കുറയ്ക്കാനാണ്. തെറ്റായ ധാരണയാണ്. മദ്യത്തിന് വില കൂട്ടിയത് കൊണ്ട് ഒരാളും മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കില്ല. ഇന്നലെ വരെ 3 പേർക്ക് അടിച്ചിരുന്ന ആൾ ഇന്ന് മദ്യത്തിന്റെ വില കൂട്ടിയെന്ന് പറഞ്ഞ് 2 പേർക്ക് ഇതുവരെ ഒരാളാക്കിയിട്ടില്ല. ചിലപ്പോ ഒരെണ്ണം കൂടി കൂടുതൽ കഴിക്കും, കാരണം ഇതിന്റെ വിഷമം കൊണ്ട്, ഈ വില കൂട്ടിയതിന്റെ വിഷമം കൊണ്ട്. പക്ഷെ എവിടെയാ പ്രശ്നം? വീട്ടിൽ കൊടുക്കുന്ന പൈസയാണെന്ന് പറയുന്നത്. ഈ കിട്ടുന്ന കൂലിയുടെ അല്ലെങ്കിൽ കിട്ടുന്ന പണത്തിന്റെ ആദ്യത്തെ പ്രയോറിറ്റി ഇതാണ്, അടിക്കാറ്. ബാക്കി തുകയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ മദ്യത്തിന് വില കൂട്ടിയാൽ അവിടെ വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറവ് വരുള്ളൂ. അതും മദ്യത്തിന് വില കൂട്ടിയാലും ഇരകളാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. എല്ലാ വീടുകളിലും ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ഡോക്ടറെ കൊണ്ടുപോകാൻ പറ്റില്ല, പൈസ ഇല്ല കയ്യിൽ. കുഞ്ഞുങ്ങൾക്ക് ഒരു പൊതി ചോറ് കൊടുത്തു വിടാൻ പറ്റാത്ത കുടുംബങ്ങൾ. ഈ അമിതമായ മദ്യപാനം തകർത്ത് കളഞ്ഞ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഓൾ ഇന്ത്യ തലത്തിലും പിന്നെ ഞാൻ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കി, ഇപ്പോൾ അത് ലഹരിയിലേക്ക് കൂടി കടന്നിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ
വളരെ ഗൗരവത്തോടു കൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗമാണ്. മദ്യത്തിനേക്കാൾ അവൈലബിൾ ആണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കഞ്ചാവ് മാറിയിട്ട് നേരെ മറ്റേതിലേക്കാണ്, MDMA-യിലേക്കാണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും തിരിച്ചു വരില്ല, മരണത്തിലേക്കുള്ള യാത്രയാണ്. കള്ളുകുടിക്കുന്ന പോലെ അല്ല, മദ്യപിക്കുന്നത് പോലെ മാത്രമല്ല. മദ്യപാനം അമിതമായ മദ്യപാനമാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. ഡ്രഗ്സ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ ഏറ്റു പറഞ്ഞാൽ മതി, മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ വെറുക്കുന്നു. അവയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യത്തെയും കുടുംബ സമാധാനത്തെയും നാടിന്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാകില്ല. അവയ്ക്ക് ഇട നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്ക് അടിമകളായവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കും. എന്റെ നാടിന്റെ ക്ഷേമത്തിനായി ഞാൻ എന്നെ വിശുദ്ധമായി സമർപ്പിക്കും. ജയ് ഹിന്ദ്. വി ഡി സതീശൻ സാറിനെ ക്ഷണിക്കുന്നു. ദീപശിഖ ഏറ്റുവാങ്ങാനായി H. യോഹന്നാൻ മാർ തിയോഡോഷ്യസ് പിതാവിനെയും ക്ഷണിക്കുന്നു. SBC മദ്യവിരുദ്ധ സമിതിയുടെ 26ാമത് സ്റ്റേറ്റ് അസംബ്ലിയുടെ അനുഗ്രഹീതമായ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വേദിയുടെ അധ്യക്ഷനും ഒപ്പം SBC മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാനുമായ ഏറ്റവും ആദരണീയനായ യുഹാനോൻ മാർ തിയോഡോഷ്യസ് തിരുമേനി, ഈ മഹത്വായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടിറങ്ങിയ കേരളത്തിന്റെ സമാദരണീയനായ പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ VD സതീശൻ, SBC മദ്യവിരുദ്ധ സമിതിയുടെ സെക്രട്ടറി ശ്രീ പ്രസാദ് കുരുവിള, ആദരണീയനായ ദീപികയുടെ MD കൂടിയായ മൈക്കിൾ വെട്ടിക്കാടച്ചൻ, SBC മദ്യവിരുദ്ധ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രിയ ബഹുമാനപ്പെട്ട ജോൺ അരീക്കലച്ചൻ, പ്രിയപ്പെട്ട ജോൺ വടക്കേക്കളത്തച്ഛൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ നേതൃത്വനിര, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന മദ്യവിരുദ്ധ സമിതിയുടെ സജീവ പ്രവർത്തകരെ, നേതാക്കളെ, വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന നേതൃത്വനിര, പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, മദ്യവിരുദ്ധ സമിതി എന്നുള്ള പേര് അപൂർണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ലഹരി വിരുദ്ധ സമിതി എന്ന് ചിന്തിക്കുന്നത്. ലഹരി വിരുദ്ധ സമിതി എന്ന അർത്ഥത്തിൽ ഇത് മുൻപോട്ട് ഇനിയും തുടരും എന്നുള്ളതാണല്ലോ സത്യം. കേരളം ഇത് എങ്ങോട്ട് എന്നൊരു ചോദ്യം ആത്മാർത്ഥമായി ചിന്തിക്കുന്ന സകല മനുഷ്യരുടെയും മനസ്സിൽ ഇന്ന് മുഴങ്ങുന്നു. ഏതോ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കേരളം നടന്നെടുക്കുന്നില്ലേ എന്നത് അർത്ഥവത്തായ ഒരു ചിന്തയാണെന്ന് ഞാൻ കരുതുകയാണ്. ഭംഗി വാക്കുകൾ പറഞ്ഞുകൊണ്ടൊന്നും പോകാൻ നമുക്ക് ഇനി ആവില്ല. ഇത് അഭിമന്യ തിയോഡോഷ്യസ് തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ഒരു അഗ്നി ആളിപ്പടരുന്ന വിധം
കേരളത്തിലെ ലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ കേരളം മുഴുവനും രാഷ്ട്രീയ അക്ഷരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സകല മേഖലകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അഭിമന്യ ഇടവശ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതൃത്വ നിര വളരെ സജീവമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടെന്ന കാര്യം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വർത്തമാനങ്ങൾ എത്ര ഭീകരമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹൃദയം പൊട്ടിക്കേണ്ട വാർത്തകൾ, തലക്കടിച്ച് 5 പേരെ ഒരു കുടുംബത്തിൽ തന്നെ കൊല്ലുന്ന വിധികൾ, അതിക്രൂരമായ വിധം റാഗിങ് നടത്തിയിട്ട് നിഷ്ഠൂരമായി കണ്ണിച്ചോരയില്ലാത്ത വിധം മൃഗീയമായി പീഡിപ്പിക്കുന്ന ദുരവസ്ഥകൾ, വെറുതെ പട്ടാപ്പകല് തല്ലിക്കൊലപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിന് അപ്പൊ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കേരളം നടന്നെടുക്കുമ്പോൾ നമുക്കിനി ഒരിക്കലും അല്പം പോലും അലംഭാവം കാണിക്കാനായിട്ട് പാടില്ലെന്നുള്ളതാണ് സത്യം. കേരളത്തിലെ വിദ്യാർത്ഥിനികളിൽ ഏതാണ്ട് കണക്കുകൾ ഈ കഴിഞ്ഞ നാളിൽ എനിക്ക് കിട്ടിയ കണക്കനുസരിച്ച് 15% വിദ്യാർത്ഥിനികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മയക്കുമരുന്ന് ആസ്വദിച്ച് തുടങ്ങിയിരിക്കുന്നു. 15% അതിന് ഓൾറെഡി അടിമപ്പെട്ട് കഴിഞ്ഞെന്നാണ് പറയുക. അല്ലെ, മയക്കുമരുന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു 15%. ഒരിക്കൽ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മാറാനാവാത്ത വിധം അടിപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ മയക്കുമരുന്നുകളെല്ലാം നമുക്കറിയാം. KCBC മദ്യവിരുദ്ധ സമിതിയുടെ 26ാമത് സംസ്ഥാന അസംബ്ലിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന അഭിമന്യ യോഹന്നാൻ മാർ തിയോഡോഷ്യസ് പിതാവേ, ഇന്നത്തെ ദിവസത്തെ ഈ ദിനത്തിന്റെ കീനോട്ട് അഡ്രസ് നമുക്കായിട്ട് നൽകിയ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പുളിക്ക് പിതാവേ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രാവിലെ മുതൽ ഈ നിമിഷം വരെയുള്ള സമയത്ത് നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിലും മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം വഴി ശിഥിലമായി കൊണ്ടിരിക്കുന്ന യുവതയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ഒത്തിരിയേറെ ഉദ്ബോധനങ്ങളാണ് നമ്മൾ കേട്ടത്. 26 വർഷമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഈ സമിതി ഇന്ന് എടുക്കേണ്ടത് കുറെ ആക്ഷൻ പ്ലാനുകളാണ്. അഭിമന്യ പിതാവ് നമ്മോട് സൂചിപ്പിച്ച ഒരു കാര്യം, ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായിട്ട് നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ ഇത്തരം വലിയ സാമൂഹിക തിന്മകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കൂട്ടായ പ്രവർത്തനത്തിനുള്ള പദ്ധതികള് രൂപവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. കുറെ നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ കണ്ട ഒരു വാർത്ത എന്നെ ഒത്തിരിയേറെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഇപ്രകാരമായിരുന്നു, ഒരു മുംബൈയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ പഠനത്തിന്റെ ഒരു റിപ്പോർട്ടാണ് നമ്മുടെ പത്രങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഇപ്രകാരമാണ്, കേരളത്തിലെ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും മദ്യവിൽപ്പനയും വർഷം തോറും കുറയുകയാണെന്നുള്ളതാണ് പഠനം. ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു തീർക്കുമ്പോൾ മറ്റൊരു അധ്യായം തുറക്കുന്ന കേരള യുവതയെയും കേരള ജനതയെയുമാണ് നാം മറന്നു പോകുന്നത്. അഭിമന്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ച ലഹരിയുടെ ഉപയോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അഭിമന്യ പിതാവ് ഇവിടെ പറയുകയുണ്ടായി. ജനുവരി മാസത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ലേഖനത്തിനകത്ത് ഇപ്രകാരം ഒരു റിപ്പോർട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു ജില്ലയില്
ഒരു പോലീസ് മേധാവി നടത്തിയ സർവേ പ്രകാരം 2024 ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് 300% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇത്ര മനോഹരമായിട്ട് കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ KCBCയുടെ ടീമംഗങ്ങളെ എല്ലാവരും, പ്രത്യേകിച്ച് അഭിനന്ദന തിയോഡോഷ്യസ് പിതാവിന്റെ നേതൃത്വമുള്ള എല്ലാ ടീമുകൾക്കും ഹൃദ്യമായ ഒരു കയ്യടി നൽകി അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ രാവിലെ മുതൽ ചർച്ച ചെയ്തു, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മളെല്ലാവരും ഒറ്റമൂലി ഇഷ്ടപ്പെടുന്നവരാണ്. ഒറ്റമൂലി കഴിച്ച് പരിഹാരമുണ്ടായെന്നാൽ അക്കാര്യത്തിൽ നമുക്കെല്ലാം സന്തോഷവുമാണ്. അതുകൊണ്ട് ഈ ലഹരി മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് സഹായിക്കുന്ന, മനുഷ്യരുടെ മനസ്സിൽ മനോഭാവം രൂപപ്പെടുത്താൻ കഴിയുന്ന, വഴിയൊരുക്കുന്ന ഒരൊറ്റമൂലി ഞാൻ നിർദ്ദേശിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പത്രമുത്തശ്ശിയായ ദീപിക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദീപിക എക്കാലം മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാടുള്ള പത്രമാണ് ദീപിക. ദീപികയുടെ വരിക്കാരായെന്നാൽ, ദീപിക പ്രചരിപ്പിച്ചാൽ അതിലൂടെ ഈ ലഹരി വിരുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാ സന്ദേശങ്ങളും നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയും. എനിക്ക് അങ്ങോട്ടുള്ള നിർദ്ദേശം ഇത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദീപികയുടെ വരിക്കാരായി കഴിഞ്ഞാൽ, അതോടൊപ്പം അത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈ നമ്മുടെ മുഖപ്രസംഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മണ്ടത്തെങ്കി കമുകിന്റെ മണ്ട വെട്ടിവന്റെ തണ്ട അവസാനിപ്പിക്കണമെന്ന് ധൈര്യമായിട്ട് എഴുതിയ വേറെ പത്രമേതുണ്ട്. ഇതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ സമൂഹത്തിൽ ധാർമ്മിക ബോധം ഉൾപ്പെടുത്തുവാൻ ഈ പത്രധർമ്മം നിർവഹിക്കുന്ന ദീപികയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഈ വിപത്തിനെ അതിജീവിക്കാൻ കൈകോർക്കാം. അതുവഴി ജസ്റ്റിൻ പിതാവ് പറഞ്ഞ ആക്ഷൻ പോയിന്റ്സിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാവിധ ആശംസകളും നന്ദിയും അനുസരണയും അനുഗ്രഹിക്കട്ടെ. യുഹാനന്ദ തിയോഡോഷ്യസ് പിതാവേ, കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിനന്ദ ജോസഫ് പുളിക്കൽ പിതാവേ, വിജയപുരം രൂപതയുടെ സഹായമെത്രാൻ അഭിനന്ദ ജസ്റ്റിൻ മടത്തിക്കണ്ടൽ പിതാവേ, കോട്ടയം അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ച, ഈ കോട്ടയം റീജിയണിന്റെ മണ്ണിൽ അതിമനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടതിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമിതിയോട് ചേർന്നുകൊണ്ട് ഈ ലക്ഷ്യത്തിന്റെ പ്രാപ്തിക്കായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രൂപതകളെല്ലാം ഈ സംസ്ഥാന സമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടാം എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈദികരെ, പക്ഷെ ഇപ്പൊ നേരെ മറിച്ചായി.